27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ബി.ജെ.പി. അധികാരം തിരിച്ചുപിടിച്ചപ്പോൾ ശിഥിലമായി മത്സരിച്ച ഇന്ത്യ സഖ്യം വൻ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ബി.എസ്.പി. ഇടതു പാർട്ടികൾ അസദുദ്ദീൻ ഒവൈസിയുടെ എ.ഐ.എം.ഐ.എം എന്നിവരെല്ലാം വൻ പരാജയമറിഞ്ഞു. 70 സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസിന് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞത്. ചെറുതെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പിടിച്ച വോട്ടുകൾ ഗുണകരമായത് ബി.ജെ.പിക്ക് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഭരണത്തിലിരുന്ന ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിന് ആശ്വസിക്കാനുള്ളത് വോട്ട് വിഹിതത്തിലെ വർധന മാത്രമാണ്. കഴിഞ്ഞ തവണ 4.26% വോട്ടുണ്ടായിരുന്നത് വർദ്ധിച്ച് 6.37% മാറി. പക്ഷേ തുടർച്ചയായ മൂന്നാം തവണയും ഡൽഹി നിയമസഭയിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണ്. ഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ മത്സരിച്ച കോൺഗ്രസ് അതിഷിക്കെതിരെ അൽക്ക ലാംബയെ മത്സരിപ്പിച്ചു. കെജ്രിവാൾ പരാജയം അറിഞ്ഞപ്പോൾ അതിഷി കഷ്ടിച്ച് ജയിച്ചു കയറി. എ.പി.യെയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രചരണം നടത്തിയത്. ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ഈ പ്രചാരണത്തിന് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. സംഘവിഹാർ, രജീന്ദർ നഗർ, ത്രിലോക്പുരി, മാളവിയ നഗർ, ജംഗ്പുര, ബദ്ലി, നെങ്കോള ജാട്ട് എന്നിവിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ സ്വാധീനം ആപ്പിന്റെ തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ മത്സരിച്ചത്. ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റുകളിലും മത്സരിച്ചു. എന്നാൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലും ബി.ജെ.പിക്കായിരുന്നു വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആം ആദ്മി നേതാക്കൾ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി ഡൽഹിയിൽ അധികാരത്തിലെത്തിയത്. ബി.ജെ.പി 8 സീറ്റുകളും നേടി. 53.57% വോട്ട് വിഹിതം ആം ആദ്മി പാർട്ടി നേടിയപ്പോൾ 38.51% ബി.ജെ.പിയുടെ വോട്ട് വിഹിതം. 2020 4.26% മാത്രമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് വിഹിതം. 2025 തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ വോട്ട് വിഹിതം 43.77% കൂപ്പുകുത്തി. എന്നാൽ ബി.ജെ.പിയും കോൺഗ്രസും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ബി.ജെ.പിക്ക് 45.76% വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 6.37% ഉയർന്നു. ഗോവ, ഉത്തരാഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എ.പി. മത്സരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് ബി.ജെ.പിയെ തോൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ബി.ജെ.പിയെ പ്രതിരോധിക്കുന്നതിനായി 2023 ജൂണിലാണ് ഇന്ത്യ ബ്ലോക്ക് ആരംഭിക്കുന്നത്. എന്നാൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ എ.പിക്കും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള രംഗത്ത് വന്നു. ഇനിയും തമ്മിലടിക്കൂ, പരസ്പരം പോരാടി അവസാനിപ്പിക്കൂ എന്നാണ് ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.